നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വള്ളി പുള്ളി വിടാതെ കുത്തും കോമയൊന്നും ചേർക്കാതെ അതേപോലെ സാർ അങ്ങ് പറഞ്ഞാൽ മതി. മകന്റെ കാര്യോർത്ത് തകർന്നിരിക്കുന്ന രാജലക്ഷ്മി അമ്മയെ തരിപ്പണമാക്കണോ എനിക്ക്? ഈശ്വര തീരുമാനത്തെ നമുക്കാർക്കും തടയാൻ പറ്റില്ല. പറ്റണം. എന്റെ ഭർത്താവിനെ എന്റെ കൺമുമ്പിൽ കൂടി പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഈശ്വരവിധിയെ എനിക്ക് തടഞ്ഞേ പറ്റൂ. അമ്മയുടെ മക്കൾക്കുണ്ടായ ദുരന്തങ്ങൾ വെച്ച് നോക്കുമ്പോ അമ്മയ്ക്കിത് നിസ്സാരമായിരിക്കും. എനിക്കങ്ങനെ കാണാൻ പ്രയാസമുണ്ട്. ഓരോന്ന് കഴിയുമ്പോ ഓരോന്നാ ഇവിടെ. അത് എന്റെ കുടുംബത്തിലെ ഓരോ രീതിയിലും ബാധിക്കരുതെന്ന് കരുതിയിട്ടാ ഇഷ്ടമല്ലാതെ ഇരുന്നിട്ടും ഞാൻ എന്റെ മക്കളെ ബോർഡിങ്ങിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. എന്നിട്ട് ഒരു സമാധാനം ഇല്ലെന്ന് വെച്ചാ ബാക്കിയുള്ളവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. പോകുന്നത് എനിക്കും എന്റെ മക്കൾക്കുവാ. നമുക്ക് വേണ്ടത് ചെയ്യാന്ന് പറഞ്ഞല്ലോ മാലതി. നീ അതിനിങ്ങനെ കാട് കയറി എഴുതാപ്പുറം വായിക്കുന്ന എന്തിനാ? അവൻ എന്റെ മോനല്ലേ. അവനൊരു ആപത്ത് വരുന്നത് എനിക്ക് നോക്കി നിൽക്കാൻ പറ്റുമോ? എനിക്കെന്നല്ല, ഏതൊരു അമ്മയ്ക്കും കഴിയില്ലത്. ആ എട്ടിമാണിയെ കിട്ടിയിരുന്നെങ്കിൽ ആ വഴിക്ക് ശരിയാക്കായിരുന്നു. ഇതിപ്പോ അയാള് സ്ഥലത്തില്ല. മറ്റെന്തെങ്കിലും വഴി കാണാൻ നമുക്ക്. നീ ഒന്ന് സമാധാനപ്പെട്. ഞാനിപ്പോ സമാധാനപ്പെട്ടിരുന്നാലേ സാവിത്രിയേച്ചിക്ക് നന്ദിനടുത്തേക്ക് ഉണ്ടായ അവസ്ഥയ്ക്ക് എനിക്ക് നാളെ ഉണ്ടായെന്ന് വരും. അമ്മേ, പോലീസ് ഇവിടെ വരുന്നതിന് മുമ്പ് നമുക്കത് തടഞ്ഞേ പറ്റൂ. അത് അമ്മ വിചാരിച്ച നടക്കുകയും ചെയ്യും. അതിനെക്കുറിച്ച് തന്നെയാ ഞാൻ ആലോചിക്കുന്നേ. അതിൽ കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല. അമ്മ ഫോണെടുത്ത് ആ മിനിസ്റ്റർ ഒന്ന് വിളിക്ക്, എന്നിട്ട് കാര്യം പറയും. ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കായിരുന്നു, പിന്നെ വേണ്ടാന്ന് വെച്ചതാ. കഴിഞ്ഞ തവണ ആവശ്യം വന്നപ്പോ അയാളെ സഹായിക്കാതെ ഒഴിഞ്ഞു മാറി. അതുകൊണ്ട് അയാളെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ടെന്നാ ഞാൻ കരുതുന്നത്. അയാള് ബുദ്ധിമുട്ടുന്നതല്ല നമ്മുടെ വിഷയം. ഇപ്പൊ മുന്നിലുള്ള പ്രശ്നത്തിന് പരിഹാരം കാണുക എന്നുള്ളതാ. അമ്മേ, ഞാനൊരു കാര്യം പറയാം. ഈ ഒരു സമയത്ത് ആവശ്യമില്ലാത്ത വാശി വെച്ചോണ്ടിരുന്ന കാര്യങ്ങൾ കൈവിട്ടു പോവും. ചിലപ്പോ മിനിസ്റ്റർ നമ്മളെ സഹായിച്ചാലോ? അമ്മയ്ക്ക് അങ്ങനെ ചിന്തിച്ചൂടെ? അമ്മേ, ഒരു കാര്യം ഞാൻ ഉറപ്പു പറയാം. എന്റെ ജഗദീഷ് ഏട്ടന് എന്തെങ്കിലും സംഭവിച്ച മൂത്ത മരുമകളെ പോലെയും രണ്ടാമത്തെ മകളെ പോലെയും മൂന്നാമത്തെ മരുമകൾ ജീവിച്ചിരിക്കുന്നു കരുതണ്ട. ഈ വീടിന്റെ ഏതെങ്കിലും കോണില് തൂങ്ങി നിൽക്കും ഞാൻ. മോളെ, അമ്മ ഓർമ്മയിൽ വെച്ചോ. മാലതി, ഞാൻ പറഞ്ഞതിന് സർ മറുപടിയൊന്നും പറഞ്ഞില്ല. അത് ഇന്ദിരജെ. ഹലോ. ഹലോ സർ, ഞാൻ ചെമ്പകമംഗലത്തെ രാജലക്ഷ്മിയാ. മനസ്സിലായി. എന്താ കാര്യം? സർ, ഞാനൊരു സഹായം ചോദിച്ചു വിളിച്ചതാ. എന്ത് സഹായം? എന്റെ മോൻ ജഗദീഷിന്റെ കാര്യമായിരുന്നു. മേഡം, ലോറി ഓടിച്ച ആളല്ലേ കുറ്റക്കാരൻ? അതിന് എന്നെ അറസ്റ്റ് ചെയ്യുന്നതിനാ? ആ ലോറിയിൽ നിന്ന് വമ്പിച്ച അളവില് മയക്കുമരുന്ന് കണ്ടെത്തി. ആ മയക്കുമരുന്ന് നിങ്ങളുടേതാണെന്ന് ലോറി ഡ്രൈവർ തമിഴ്നാട് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. സാർ എങ്ങനെയെങ്കിലും അവനെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കണം. ഞാനിപ്പോ അല്പം തിരക്കില്ല. കുറച്ചു കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഹലോ ഹലോ, ഞാൻ എന്നോട് പറഞ്ഞതല്ലേ അയാൾ നമ്മളെ സഹായിക്കില്ലെന്ന്. തിരക്കാണെന്ന് പറഞ്ഞ അയാൾ ഫോൺ കട്ട് ചെയ്തു.
നീ വിഷമിക്കാതെ മാലതി, നമുക്ക് വേണ്ടത് ചെയ്യാം. രാജലക്ഷ്മിയുടെ മകൻ ഏതെങ്കിലും കേസിൽ പെട്ടുപോയതിന് അവരെന്നെ വിളിക്കുന്നതിനാ? ഇനി ഒരു തരത്തിലുള്ള സഹായവും ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കില്ലെന്ന് തീരുമാനിച്ചു കഴിഞ്ഞതാ ഞാൻ. അങ്ങനെയല്ല സർ. നമ്മുടെ അടുത്ത് സഹായം ചോദിച്ചു വരുന്നവരെ നമ്മൾ സഹായിക്കണം. പ്രത്യേകിച്ചും മകന്റെ ആധിയും പറഞ്ഞ് ഒരു പെറ്റമ്മയാണ് സഹായം ചോദിക്കുന്നതെങ്കിൽ തീർച്ചയായും സഹായിക്കണം. അല്ലെങ്കിലേ അത് പാപ. ഇന്ദ്രജ ഇതെന്തൊക്കെയാ പറയുന്നത്? വിളിക്ക്. ചെമ്പകമംഗലത്തെ രാജലക്ഷ്മിയെ തിരികെ വിളിക്ക്. എന്നിട്ട് അങ്ങോട്ട് ചെല്ലാമെന്നും നേരിട്ട് സംസാരിക്കാമെന്നും പറയേ. നേരിട്ട് സംസാരിക്കാനോ? എന്ത് നേരിട്ട് സംസാരിക്കാൻ? ആദ്യം സാറ് ഞാൻ പറഞ്ഞ കാര്യം അവരെ വിളിച്ച് പറയും. ബാക്കി പിന്നെയല്ലേ. മിനിസ്റ്റർ തിരികെ വിളിക്കുകയാണല്ലോ. എടുക്കമ്മേ, ചിലപ്പോ സഹായിക്കാന്ന് പറയാനാണെങ്കിലോ. ഹലോ സർ. രാജലക്ഷ്മി അമ്മേ, ഞാൻ നേരത്തെ കുറച്ച് തിരക്കിലായിപ്പോയി. അത് സാരമില്ല സാർ. ഞാൻ പറഞ്ഞ കാര്യത്തിന് സാറിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ അങ്ങോട്ട് വരാം, അപ്പൊ പറയാൻ കാര്യങ്ങൾ. ആയിക്കോട്ടെ സർ, അത് മതി, അത് മതി. വലിയ ഉപകാരം സർ, വലിയ ഉപകാരം. അപ്പോ നേരിട്ട് സംസാരിക്കാം. ശരി സർ. എന്താ അമ്മ അദ്ദേഹം പറഞ്ഞത്? ഇങ്ങോട്ട് വരാന്ന്, നേരിട്ട് സംസാരിക്കാമെന്ന്. ഈശ്വര, എന്റെ പ്രാർത്ഥന കേട്ടു നീ. ഇന്ദ്രജ പറഞ്ഞതുപോലെ ഞാൻ ചെമ്പകമംഗലത്തേക്ക് ചെല്ലാമെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ അവിടെ ചെന്ന് എന്താ പറയേണ്ടത്? അവിടെ ചെന്ന് പറയാനുള്ളത് ഞാൻ പറഞ്ഞു തരാം. വള്ളി പുള്ളി വിടാതെ കുത്തും കോമയൊന്നും ചേർക്കാതെ അതേപോലെ സാർ അങ്ങ് പറഞ്ഞാ മതി. മകന്റെ കാര്യോർത്ത് തകർന്നിരിക്കുന്ന രാജലക്ഷ്മി അമ്മയെ തരിപ്പണമാക്കണോ എനിക്ക്? എഴുന്നേക്കൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.